നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല സൗഹൃദങ്ങളെന്നും ജീവിതത്തിൽ വഴികാട്ടിയായി നിലനിൽക്കും. ഈ ലോകത്തിൽ ആർക്കും ആരെയും പൂർണ്ണമായി സഹായിക്കാനോ സംരക്ഷിക്കാനോ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ചില സംരക്ഷണ വഴികൾക്ക് തുടക്കം കുറിക്കാൻ ചിലർക്കെങ്കിലും സാധിക്കും. അത്തരത്തിൽ ഒരുപാട് പേർക്ക് അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴിവെട്ടി തെളിക്കാൻ കാരണക്കാരനായ നിർമ്മാതാവും നടനുമൊക്കെയായ പ്രേം പ്രകാശിനെ കുറിച്ചാകട്ടെ ഈ എപ്പിസോഡ്. പേരും പ്രശസ്തിയും നേടിയിട്ടും അവകാശവാദങ്ങളുടെയോ പബ്ലിസിറ്റിയുടെയോ പിന്നാലെ പോകാതെ ഒതുങ്ങിക്കഴിയുന്ന ചിലർ സിനിമാ രംഗത്തുണ്ട്. അവരെക്കുറിച്ച് പുതുതലമുറയ്ക്ക് കൂടുതലൊന്നും അറിയില്ല. മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ളവരും പുതുതലമുറയ്ക്ക് സഞ്ചരിക്കുവാൻ പാതകൾ തുറന്നു തന്നവരുമാണവർ. അവരെയൊക്കെ അങ്ങനെ വിസ്മരിക്കപ്പെടേണ്ടവരല്ല. ഇവിടെ പ്രേം പ്രകാശിനെ കുറിച്ച് പറയുമ്പോൾ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും അദ്ദേഹവും കുടുംബവും നൽകിയ സംഭാവനകൾ മലയാള സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. പ്രേം പ്രകാശിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് ജോസ് പ്രകാശ്. അക്കാലത്ത് മലയാള സിനിമയിൽ ഇംഗ്ലീഷ് ഡയലോഗ് പറയുന്ന എവർഗ്രീൻ വില്ലൻ. പ്രേം പ്രകാശിന്റെ സഹോദരി പുത്രനാണ് മലയാളത്തിന് ഒരുപിടി നല്ല ചിത്രങ്ങൾ തന്ന് മൺമറഞ്ഞു പോയ ഡെന്നിസ് ജോസഫ്. അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ നമുക്ക് ലഭിച്ചതാണ് ന്യൂഡൽഹി, രാജാവിന്റെ മകൻ, ആകാശദൂത് തുടങ്ങി എത്ര നല്ല ചിത്രങ്ങൾ. പ്രേം പ്രകാശിന്റെ മക്കളായ ബോബി സഞ്ജയ് പുതുതലമുറയിലെ അറിയപ്പെടുന്ന ചലച്ചിത്ര രചയിതാക്കളാണ്. എന്റെ വീട് അപ്പുവിന്റെയും, കാസിനോവ, നോട്ട് ബുക്ക്, മുംബൈ പോലീസ്, കായംകുളം കൊച്ചുണ്ണി, ഹൗ ഓൾഡ് ആർ യു തുടങ്ങി നിരവധി ചിത്രങ്ങൾ അവരുടെ തൂലികയിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഉദയ, നവോദയ, മെരിലാൻഡ് തുടങ്ങിയവരെ പോലെ ചലച്ചിത്ര ലോകത്തിൽ തലമുറകളുടെ തുടർച്ച നിലനിർത്തുന്ന പരമ്പരയാണ് ഇവരുടേത്. പ്രേം പ്രകാശിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് അരനൂറ്റാണ്ടുകൾക്ക് മുൻപ്, അതായത് 1975 കേരള യൂണിവേഴ്സിറ്റിയുടെ മിമിക്രി മത്സരത്തിൽ എനിക്ക് സമ്മാനം കിട്ടുന്ന അവസരത്തിലാണ്. കോട്ടയത്ത് KK റോഡിനടുത്തുള്ള ഒരു കടയിൽ ഹോൾസെയിൽ തേയിലക്കച്ചവടം നടത്തുന്ന ആളായിരുന്നു അദ്ദേഹം. ആ തേയിലക്കച്ചവടക്കാരനാണ് പിന്നീട് അഭിനയ രംഗത്തേക്കും സിനിമ നിർമ്മാണ രംഗത്തേക്കും ഇറങ്ങിയത്. KS സേതുമാധവന്റെ അരനാഴിക നേരം എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്താണ് അദ്ദേഹം സിനിമ അഭിനയം ആരംഭിക്കുന്നത്. താൻ നിർമ്മിച്ച സിനിമയിലൂടെ 3 പ്രശസ്ത നടന്മാരെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പെരുവഴി അമ്പലത്തിലൂടെ അശോകനെയും, കൂടെവിടെ എന്ന ചിത്രത്തിലൂടെ റഹ്മാനെയും, പുത്രൻ എന്ന ചിത്രത്തിലൂടെ ബിജു മേനോനെയും. ഈ 3 പേരുടെയും പ്രഥമ ചിത്രങ്ങളുടെ നിർമ്മാതാവ് പ്രേം പ്രകാശാണ്. കൂടാതെ സുഹാസിനി എന്ന നടിയെയും മലയാളത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തിയത് കൂടെവിടെ എന്ന ചിത്രത്തിലൂടെയാണ്. കൂടെവിടെ എന്ന ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ പത്മരാജൻ തന്റേതല്ലാത്ത കഥയെടുത്ത് സംവിധാനം നിർവഹിച്ച ചിത്രം കൂടിയാണത്. തമിഴ് എഴുത്തുകാരി വാസന്തിയുടെ മൂങ്കൈ പൂക്കൾ എന്ന കൃതി ഇല്ലിക്കാടുകൾ പൂത്താൽ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തി മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ കഥ കോളേജ് പ്രൊഫസറായിരുന്ന പ്രേം പ്രകാശിന്റെ ഭാര്യ ഡെയ്സി വായിച്ചിട്ട് നിർദ്ദേശിച്ചതായിരുന്നു പിന്നീട് സിനിമയായിട്ട് മാറിയ കൂടെവിടെ എന്ന ചിത്രം. അതിൽ റഹ്മാൻ ചെയ്ത വേഷത്തിന് പകരം നിശ്ചയിച്ചിരുന്നത് മറ്റൊരു പയ്യനെയായിരുന്നു. കോവളത്തെ ഒരു തിയേറ്റർ ഉടമയുടെ മകൻ. ഊട്ടിയിൽ ഷൂട്ടിങ്ങിന് വന്ന ആ പയ്യന് കടുത്ത തണുപ്പ് മൂലമാണോ പയ്യന്റെ ഭയം മൂലമാണോ എന്നറിയില്ല, കടുത്ത പനി പിടിച്ച് അവശനായി കിടപ്പിലായി. അയാളെ മാതാപിതാക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ അപേക്ഷിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് റഷീൻ എന്ന ഒരു പയ്യനെ പ്രേം പ്രകാശ് സെലക്ട് ചെയ്യുന്നു. ഊട്ടിയിൽ തന്നെ പഠിക്കുന്ന പയ്യനാണ്. വിവരം പത്മരാജനെ അറിയിക്കുന്നു. ആ പയ്യന്റെ ഫോട്ടോ കണ്ട പത്മരാജൻ ക്യാമറാമാൻ ഷാജിയൻ കരുണിനോടും ജോസ് പ്രകാശിന്റെ മകൻ രാജനോടും ആ പയ്യനെ പോയി കണ്ടിട്ട് വരാൻ ഏർപ്പാട് ചെയ്യുന്നു. ആ പയ്യനെ കണ്ട ശേഷം ഷാജി പത്മരാജനെ അറിയിക്കുന്നു, നമ്മുടെ ക്യാരക്ടറിന് പറ്റിയ പയ്യൻ. അങ്ങനെയാണ് റഷീൻ തന്റെ പിതാവിന്റെ പേരായ റഹ്മാൻ എന്ന പേരിൽ മലയാളത്തിന്റെ പ്രിയ നടനായി മാറിയത്. പ്രേം പ്രകാശ് പറയുന്നു, അന്ന് റഹ്മാനുമായി തുടങ്ങിയ ബന്ധം ഇന്നും അതേപോലെ തന്നെ തുടരുന്നു എന്ന്. റഹ്മാന്റെ കല്യാണത്തിനും കൂടാൻ പറ്റി, റഹ്മാന്റെ മകളുടെ കല്യാണത്തിനും കൂടാൻ പറ്റിയെന്ന്. ജൂഡ് അട്ടിപ്പട്ടി എന്ന സംവിധായകൻ മിഖായലിന്റെ സന്തതികൾ എന്നൊരു സീരിയൽ ചെയ്തിരുന്നു. അതൊരു ജനപ്രിയ സീരിയലായിരുന്നു. അതിലെ നായകനായിരുന്നു ബിജു മേനോൻ. മിഖായലിന്റെ വേഷം ചെയ്തത് ജോസ് പ്രകാശും. ആ സംവിധായകനെ വെച്ച് പ്രേം പ്രകാശ് നിർമ്മിച്ച ചിത്രമാണ് പുത്രൻ. അതിലൂടെയാണ് ബിജു മേനോൻ എന്ന നടനെ മലയാള സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത്. പ്രേം പ്രകാശിന്റെ ആദ്യ നിർമ്മാണ ചിത്രം, പത്മരാജന്റെ ആദ്യ സംവിധാന ചിത്രം, അതാണ് പെരുവഴി അമ്പലം.
ഇത് തന്നെയാണ് നടൻ അശോകന്റെയും ആദ്യ ചിത്രം. പത്മരാജന്റെ സംവിധാനത്തിൽ പ്രേംപ്രകാശ് 3 ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പെരുവഴിയമ്പലം, കൂടെവിടെ, പറന്ന് പറന്ന്. സ്വന്തം മക്കളായ ബോബി സഞ്ജയ് കഥ എഴുതി അവരുടെ പിതാവായ പ്രേംപ്രകാശ് നിർമ്മിച്ച് സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് എന്റെ വീട് അപ്പുവിന്റെയും എന്ന സിനിമ. നിരവധി നല്ല ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും സിബി മലയിലിന് ആദ്യമായി ഏറ്റവും നല്ല സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ്. ജയറാമിന്റെ മകൻ കാളിദാസനും നാഷണൽ അവാർഡ് ലഭിച്ചത് ഈ ചിത്രത്തിലെ അഭിനയത്തിനാണ്. കെ രാജീവ് സംവിധാനം ചെയ്ത അവിചാരിതം എന്ന സീരിയലിലെ അഭിനയത്തിന് ഏറ്റവും നല്ല നടനുള്ള സംസ്ഥാന അവാർഡും VK പ്രകാശ് സംവിധാനം ചെയ്ത നിർണായകം എന്ന ചിത്രത്തിന് സംസ്ഥാന സഹനടനുള്ള അവാർഡും പ്രേംപ്രകാശിന് ലഭിക്കുകയുണ്ടായി. ഇത്രത്തോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, മലയാള സിനിമാ ചരിത്രത്തിൽ കുറിച്ചു വെക്കേണ്ട അല്ലെങ്കിൽ ചേർത്ത് വെക്കേണ്ട പേര് തന്നെയാണ് പ്രേംപ്രകാശ് എന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിൽ ചില നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കൈകളിൽ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ വേളയിൽ മദ്രാസിലെ ARS ഗാർഡനിൽ വെച്ച് ഇതിന്റെ സംവിധായകൻ K മധുവുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വയറ്റിലേക്ക് ഒരു വെടിയുണ്ട തുളച്ചു കയറി. ഉടൻ തന്നെ എല്ലാവരും ചേർന്ന് ആ ഭാഗം തോർത്തുകൊണ്ട് കെട്ടിമുറുക്കി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇത് സംഭവിച്ചത് ക്യാമറാമാൻ വിപിൻ ദാസും നിർമ്മാതാവ് AR രാജനും ആരുടെയോ തോക്ക് വാങ്ങി വെടിയുതിർത്ത് കളിച്ചതാണ്. അബദ്ധത്തിൽ ചെന്ന് പതിച്ചത് നിർമ്മാതാവിന്റെ പള്ളയ്ക്കാണെന്ന് മാത്രം. ഓപ്പറേഷൻ ചെയ്ത് വെടിയുണ്ട പുറത്തെടുത്തു. എന്നാൽ പിറ്റേ ദിവസം തമിഴ് പേപ്പറുകളിൽ വലിയ ഹെഡിങ്ങോടുകൂടി വാർത്ത വന്നു, പ്രൊഡ്യൂസറെ തുപ്പാക്കിയാൽ ചുട്ടാച്ച് എന്നതായിരുന്നു. ആ ദുരന്തം ഇന്നും ഒരു ഞെട്ടലോടെ അദ്ദേഹം ഓർത്തെടുക്കുന്നു. KK രാജീവ് സംവിധാനം ചെയ്ത സിനിമയാണ് എവിടെ എന്ന ചിത്രം. അതിന്റെ നിർമ്മാതാക്കൾ പ്രേംപ്രകാശും ജൂബിലി പ്രൊഡക്ഷൻസും മാരുതി പിക്ചേഴ്സുമാണ്. ചിത്രത്തിന്റെ മൊത്തം ഷൂട്ടിങ്ങും തീരുന്ന അവസാന നാൾ 2 സീനുകൾ കൂടി ബാക്കിയുള്ളപ്പോൾ അതെടുക്കാനായി എല്ലാവരും രാവിലെ തന്നെ റെഡിയാകുന്നു. സുരാജും ഒരു പ്രശസ്ത നടിയുമായിട്ടുള്ള സീനാണ് എടുക്കേണ്ടത്. സ്വരാജ് വരാൻ വൈകി. നടി പറയുന്നു, ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ കൃത്യം 7 മണിക്ക് പോകുമെന്ന്. ഉച്ചയോടുകൂടി സുരാജ് എത്തി ഷൂട്ടിംഗ് ആരംഭിച്ചു. വൈകുന്നേരം 7 മണിയായപ്പോൾ 2 ഷോട്ടുകൾ കൂടി ബാലൻസ് ഉണ്ട്. നടി ആകെ കോപാകുലയായി. പിതാവിന് സുഖമില്ല. ഉടൻ പോകണമെന്ന് ശഠിച്ച് കാരവനിൽ കയറിയിരുന്നു. കാരവനിൽ ചെന്ന് പ്രേംപ്രകാശ് അഭ്യർത്ഥിച്ചു, മാഡം ഒന്ന് സഹകരിക്കണം, 2 ഷോട്ടല്ലേ ഉള്ളൂ. മറ്റ് സഹനിർമ്മാതാക്കളോട് ഞാൻ സമാധാനം പറയേണ്ടതാണ്, ദയവായി സഹകരിക്കണം. ഒരു പകരം വീട്ടൽ പോലെ അവർ തിരിച്ചു ചോദിച്ചു, ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ സിനിമ എടുത്തത്? അവർക്ക് തൊഴിൽ കൊടുത്ത സീനിയർ നിർമ്മാതാവായ എന്നോട് ഇത്തരം ചോദ്യം ചോദിച്ചത് എനിക്ക് ഹൃദയവേദന ഉളവാക്കിയെന്ന് പ്രേംപ്രകാശ് പറയുന്നു. അവർ വന്നില്ല. അവരുടെ അഭാവത്തിൽ സംവിധായകൻ ആ ഷോട്ട് എടുക്കാൻ നിർബന്ധിതനായി. 8:15 ഷൂട്ടിംഗ് കഴിഞ്ഞു. അപ്പോഴും പോകാതെ നടി കാരവനിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ നടി അപ്പോഴേ പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്രത്തോളം വിഷമമുണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ അന്ന് സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ട്രഷറർ ആയിരുന്നു. ഞാനൊരു കംപ്ലൈന്റ് അവർക്കെതിരെ ഉന്നയിച്ചിരുന്നെങ്കിൽ അത് അവരുടെ സിനിമാ ജീവിതത്തെ ബാധിക്കുമായിരുന്നു. ഞാനത് ചെയ്തില്ല. ഞാൻ അവരോട് ക്ഷമിച്ചു. ഇവിടെയും അവരുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് അദ്ദേഹം എന്നോട് അഭ്യർത്ഥിച്ചു. ഒരുപാട് നന്മയുള്ള മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹമെന്ന് നമുക്ക് തീർത്തും പറയാം. എന്താണ് ഇവരൊക്കെ എങ്ങനെ? പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത അറിഞ്ഞിട്ടും വേദന ഉള്ളിലൊതുക്കി വിങ്ങുന്ന മനസ്സുമായി കാണികളെ ചിരിപ്പിച്ചരങ്ങ് തകർത്ത കലാകാരന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. അതവരുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും കടപ്പാടുമാണ്. ഈ നടിയും ആർട്ടിസ്റ്റുകളെ കൂട്ടി സ്റ്റേജ് ഷോ നടത്തുന്നവരാണെന്ന് ഓർക്കുക. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കരുത്. കാരണം അവരതിന്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് തന്നെ നടക്കും. നിർത്തുന്നു. നന്ദി, നമസ്കാരം.